ഏകപക്ഷീയമായ രാഷ്ട്രീയത്തിട്ട് ഒരു SR എന്നും പറഞ്ഞ് ചാടി എഴുന്നേറ്റ് അരയിൽ ഒരു മുണ്ടും കെട്ടി കൊടങ്കൈ കുത്തി വായും പൊത്തി നിന്ന ആ മുന്നണിയിലെ ബാക്കി കക്ഷികൾക്ക് മുന്നിൽ ചാവാതിരിക്കാനെങ്കിലും പാടെടുത്തയ്യേ എന്നൊരു നാടൻപാട്ട് വരികൾ പോലെ രാഷ്ട്രീയ മാനക്കേടിന്റെ അങ്ങേയറ്റത്ത് സഹനത്തിന്റെ പരമാവധിയിൽ വേറെ വഴികളൊന്നുമില്ലാതെ അതേ ആർജവത്തോടെ എഴുന്നേറ്റ് ആ നയംമാറ്റത്തിൽ ചോദ്യം ചെയ്യൽ തുടങ്ങിയതാണ് CPI. കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ഇക്കാലം അത്രയും പറഞ്ഞുകൊണ്ടിരുന്നത് ജാള്യമേതുമില്ലാതെ വിഴുങ്ങി ഇടതുപക്ഷ ബദലെന്നൊക്കെ ആ വലിയ വായിൽ പറഞ്ഞുകൊണ്ടിരുന്ന നയങ്ങളുടെ മൂക്കിൽ പഞ്ഞി വെച്ച് വായ്ക്കരിയിട്ട് ബിനോയ് വിശ്വം തന്നെ പറയുന്നത് പോലെ ഒരു കോൺസ്പിറസി നാറുന്ന ഒരു സീക്രട്ട് ഡീൽ, അതീവ രഹസ്യ നീക്കം, ഐഡിയോളജിക്കൽ ക്ലാരിറ്റി എന്ന ആയുധം കൊണ്ട് താൽക്കാലികമായെങ്കിലും വെട്ടിയിട്ട CPIക്ക് അഭിവാദ്യങ്ങൾ. ഏത് CPI എന്ന അങ്ങേയറ്റത്തെ പുച്ഛത്തോട് ചൂളിപ്പോവാതെ ഇത് ഗൂഢാലോചനയാണ്, നിങ്ങൾ നടപ്പാക്കുന്ന RSSന്റെ അജണ്ടയാണ് എന്ന പാർട്ടിയുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി ബിനോയ് വിശ്വം, വെളിയം ഭാർഗവനും ചന്ദ്രപ്പനും ശേഷം ആ പാർട്ടിക്ക് ഒരു സെക്രട്ടറി ഉണ്ടെന്ന് അടയാളപ്പെടുത്തലാണ് കാലം. ഏതു നാണക്കേടും താറ്റും തുപ്പലും സഹിച്ച് അടുക്കളപ്പുറത്ത് കിടന്നോളുമെന്ന് ധാർഷ്ട്യം പൊളിഞ്ഞതോടെ ഇലക്ഷൻ മുഖത്ത് ആ മുന്നണിയെ രക്ഷിക്കലും CPIയുടെ ധർമ്മസങ്കടങ്ങളും പരിഹാരങ്ങളും അധികാരവർഗത്തിന് മാത്രം തലവേദന. അത് പരിഹരിച്ചാലും ഇല്ലെങ്കിലും ബ്രോഡർ ചോദ്യങ്ങൾ ഇപ്പോഴും കേരളത്തിന് അജ്ഞാതമാണ്. RSS അധ്യക്ഷൻ മോഹൻ ഭാഗവത് ഓവർടൈം പണിയെടുത്ത് വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിദ്യാഭ്യാസ നയം മതേതര നയങ്ങളെ കഴുത്തറത്ത് കൊന്ന് ഹിന്ദുരാഷ്ട്ര സ്ഥാപനത്തിലുള്ള അടിത്തറപാകലാണെന്നും മനുസ്മൃതിയുടെ കരിക്കുലമാണെന്നും ക്യാച്ച് ദം യങ് കുട്ടികളുടെ മനസ്സിൽ കാളകൂട വർഗീയത വിചാരധാരാ സങ്കല്പമാണെന്നും ഈ മിനിഞ്ഞാന്ന് വരെ പറഞ്ഞുകൊണ്ടേയിരുന്നവർ ആ നയംമാറ്റത്തിൽ കേന്ദ്ര സർക്കാരുമായി ചേർന്ന് നടത്തിയ കണ്ണുകെട്ടൽ തന്ത്രം ഏതാനും കോടികൾക്കാണെന്ന് ആരോട് പറയലാണ് സാറേ ഇപ്പോഴും? ഇതിലും വലിയ വിരട്ടുകളോട് പോയി പണി നോക്കാൻ പറഞ്ഞ ചരിത്രമാണിത്. കേരളമാണെന്ന് ആർജവത്തോടെ പറഞ്ഞവരാണ് നമ്മൾ. ഈ നാടിന്റെ ഇന്നേ വരെയുള്ള പോരാട്ട ചരിത്രം ഒറ്റിക്കൊടുത്തിയ നാണം കെട്ട അടിയറവിനാണ് കേന്ദ്ര സർക്കാരിന്റെയും സംഘപരിവാരത്തിന്റെ ഒന്നാകെയുമുള്ള മംഗളപത്രങ്ങൾ, പൂച്ചെണ്ടുകൾ എടുത്ത് ഷെൽഫിൽ വെച്ചിട്ട് LDF നയം നടപ്പാക്കാനാണ് LDF സർക്കാർ എന്ന് ചോദിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറി SIR നടപ്പാക്കില്ല, പൗരത്വം നടപ്പാക്കില്ല, സംഘപരിവാര പ്രതിരോധം, ഇടതുപക്ഷ ബദൽ എന്നൊക്കെ പറഞ്ഞു കളയല്ലേ അസംബന്ധമാണ്. CPM അറപ്പുളവാക്കുന്ന അശ്ലീലമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.